നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കമൻറ്റിനുള്ള മറുപടിയാണ് പറയുന്നത്. ഒരു പാവം ഈ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ഒരുപാട് വീഡിയോയുടെ താഴെ വന്നിട്ട് സാർ പരിവർത്തന യോഗത്തിൻ്റെ ഫലമെന്ന് പറയും, പരിവർത്തന യോഗത്തിൻ്റെ ഫലമെന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ വന്നിട്ടുള്ള 3-4 വീഡിയോയുടെ താഴെ ഞാൻ കണ്ടു ഈ പരിവർത്തന യോഗത്തിൻ്റെ ഫലമെന്ന് പറയുന്നത്. ഇപ്പോൾ റിപ്പീറ്റഡായിട്ട് പുള്ളി ആ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരായാലും അത്ര അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ലളിതമായിട്ടൊന്ന് പറയാം. പരിവർത്തന യോഗം ഇപ്പോൾ ആരായാലും കമൻറ്റ് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, ബാക്കിയുള്ളവർക്കും അത് മനസ്സിലാവുമല്ലോ. അപ്പം പരിവർത്തന യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക എന്നുള്ളതാണ്. 2 തരത്തിലുള്ള പരിവർത്തന യോഗമാണ് പ്രധാനമായിട്ടും. പലതരത്തിലുള്ള പരിവർത്തന യോഗമുണ്ട്. അതിൽ 2 തരത്തിലുള്ള പരിവർത്തന യോഗമാണ്. ഒന്ന് ഭാവപരിവർത്തന യോഗവും, ഒന്ന് നക്ഷത്ര പരിവർത്തന യോഗവും. ഈ ഭാവപരിവർത്തന യോഗത്തിൽ ശുഭഭാവങ്ങൾ തമ്മിലുള്ള പരിവർത്തന യോഗത്തെ, കേന്ദ്രഭാവാധിപന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിവർത്തന യോഗത്തെ കേന്ദ്ര പരിവർത്തന യോഗമെന്നും, ത്രികോണ ഭാവാധിപന്മാർ പരിവർത്തന അങ്ങോട്ട് 5-ാം ഭാവാധിപൻ 9, 9-ാം ഭാവാധിപൻ 5-ലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രികോണ പരിവർത്തനമെന്നും, അതുപോലെ തന്നെ അശുഭഭാവം അധിപന്മാർ ഇപ്പോൾ 6-ാം ഭാവാധിപൻ 8-ൽ, 8-ാം ഭാവാധിപൻ 6-ൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിപരീത പരിവർത്തന യോഗം. അതായത് മോശഭാവാധിപന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കഴിഞ്ഞാൽ വിപരീത പരിവർത്തന യോഗവും വിപരീത രാജയോഗവും എന്നൊക്കെ പറയും. അതിനെ നക്ഷത്ര പരിവർത്തനം യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വ്യാഴം പോയി ശുക്രൻ്റെ നക്ഷത്രത്തിൽ നിൽക്കും, ശുക്രൻ പോയി വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുക. മനസ്സിലാവുന്നത്? ഇതിനെ നക്ഷത്ര പരിവർത്തന യോഗം എന്നും പറയുന്നു. നമ്മൾ പ്രധാനമായിട്ടും പരിവർത്തന യോഗം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ക്വാളിറ്റീസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, വേറൊരു ഭാവത്തിൽ പോയി എനിക്കിപ്പം അതിലേറ്റവും പവർഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേന്ദ്രഭാവങ്ങളുടെ പരിവർത്തന യോഗമാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാം ഭാവാധിപൻ 10-ൽ, 10-ാം ഭാവാധിപൻ 4-ൽ കരിയർ ഗ്രോത്തിനുള്ള സാധ്യത. അത് മനസ്സിലാവുന്നത്. ആ ഭാവങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിവർത്തനം ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഭാവത്തിനുള്ള വീക്ക്നെസ്സിനെ മറ്റേ ഭാവം കൊണ്ടും ഈ ഭാവത്തിനുള്ള വീക്ക്നെസ്സിനെ മറ്റേ ഭാവം കൊണ്ടും ഇവർ ഹാർമണൈസ് ചെയ്തങ്ങ് പോകും. അത് ഗുണമായിട്ട് വരും. അപ്പം ഇതിങ്ങനെ ഓരോ ഭാവങ്ങൾ കൊണ്ട് 4-ാം ഭാവാധിപൻ 7-ാം ഭാവാധിപൻ 4-ൽ വരിക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-ാം ഭാവാധിപൻ 9-ൽ, 9-ാം ഭാവാധിപൻ 5-ൽ, അല്ലെ 5-ാം ഭാവാധിപൻ 10-ൽ, 10-ാം ഭാവാധിപൻ 5-ൽ, ഇങ്ങനെയൊക്കെ ഭാവങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്ര ത്രികോണ ഭാവാധിപന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിവർത്തനമൊക്കെ ചെയ്താൽ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രഹങ്ങളൊക്കെയാണ് പരിവർത്തനം ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഗുണം ഉണ്ടാവും. ഇതൊരു ബേസിക്കാണ് കേട്ടോ. ഈ പരിവർത്തന യോഗം ഉണ്ട് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ഒരാൾക്ക് ഗുണാനുഭവങ്ങൾ വരണം എന്നൊന്നുമില്ല. പരിവർത്തന യോഗമുള്ള ജാതകത്തിൽ ആ ഗ്രഹം ദശ നടത്തുമ്പം ഒരുപാട് ദോഷാനുഭവങ്ങളും വരുന്നത് കണ്ടിട്ടുണ്ട്, ചലഞ്ചസ് വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവാധീനം വരുത്തിയാൽ ഈശ്വരസേവയൊക്കെ ചെയ്ത് സ്പിരിച്വലായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഈ ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യും. പിന്നെ നക്ഷത്ര പരിവർത്തന യോഗം ഭയങ്കര പവർഫുള്ളാട്ടോ. പ്രത്യേകിച്ച് ഒരു ഗ്രഹം സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്നോളം ബലം വേറെ ഒന്നുമില്ല. എൻ്റെ അനുഭവത്തിൽ കേട്ടോ. പ്രെഡിക്റ്റീവ് അസ്ട്രോളജിയിൽ, അതായത് അസ്ട്രോളജിക്കൽ പ്രെഡിക്ഷനിൽ ഏറ്റവും പവർഫുള്ളായിട്ട് ഉള്ളിലിരിക്കേണ്ട ഒരു തോട്ടാണ്, ഒരു ഗ്രഹം സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്ന അത്രയും ബലം വേറെ ഒന്നുമില്ല. കാരണം എന്തറിയോ, ഈ നക്ഷത്രമാണ് ഫലം തരുന്നത്, നക്ഷത്രമാണ് തീരുമാനിക്കുന്നത്, നക്ഷത്രം മനസ്സിനെയും കൂടെ സൂചിപ്പിക്കുന്ന നക്ഷത്രമാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ ചിന്തകൾ, അയാളുടെ സോൾ, അയാളുടെ ചിന്തകളുടെ ക്വാളിറ്റി നക്ഷത്രങ്ങളാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ദശയും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അപ്പോൾ ഈ ചന്ദ്രനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ നക്ഷത്രവും അതുപോലെ തന്നെ ദശയും. ഇത് രണ്ടും അയാളുടെ സോൾ ക്വാളിറ്റിയെ കാണിക്കും. അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ക്വാളിറ്റി, ഗ്രഹം തരുന്ന ഫലം എങ്ങനെയൊക്കെ വരും, ഏതൊക്കെ ഭാവാധിപനാണ് ആ നക്ഷത്രാധിപൻ എന്നുള്ളത് നോക്കി. ഇപ്പം വ്യാഴം പോയി നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ അധിപൻ
ഏതൊക്കെ ഭാവത്തിൻ്റെ ആധിപത്യവും കൂടെ ഉണ്ടെങ്കിൽ ഈ ഭാവങ്ങൾ വഴിയൊക്കെ ഇദ്ദേഹത്തിന് ഫലം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് 2ാം ഭാവാധിപനായ വ്യാഴം പോയി ശുക്രൻ്റെ നക്ഷത്രത്തിലും ശുക്രൻ വന്ന് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലും നിന്നാൽ ഭാവങ്ങൾ പരിവർത്തനം ചെയ്യുന്നത് പോലൊരു ഫലം വരും. വ്യാഴം പോയി ശുക്രൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ശുക്രൻ വന്ന് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുമ്പോഴും ആ ശുക്രനും വ്യാഴത്തിനും ആ ജാതകത്തിലുള്ള ഭാവത്തിൻ്റെ ആധിപത്യം പരിവർത്തനം ചെയ്യുന്നത് പോലെ, നമ്മൾ ആദ്യം പറഞ്ഞ ഭാവപരിവർത്തനം പോലെ ഇരിക്കും. പൊതുവെ ഭാവപരിവർത്തനത്തിൽ കേന്ദ്രഭാവങ്ങളുടെ പരിവർത്തനം ഗുണമായിട്ടും ത്രികോണഭാവങ്ങളുടെ പരിവർത്തനവും ഗുണമായിട്ടും കേന്ദ്ര ത്രികോണങ്ങളുടെ പരിവർത്തനം സ്പിരിച്വലായിട്ടും മെറ്റീരിയലിയും വളരുന്നതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വിപരീത രാജയോഗം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ 6ാം ഭാവാധിപൻ 8-ൽ 8ാം ഭാവാധിപൻ 6-ൽ മോശഭാവാധിപന്മാർ തമ്മിലുള്ള പരിവർത്തനമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതും കുറേ ദോഷങ്ങൾ അനുഭവിച്ചിട്ട് പിന്നെ ഗുണമായിട്ട് വരാനുള്ള യോഗമായിട്ട് സ്ട്രഗിൾ ചെയ്യും, ഉറപ്പാണ്. ഇപ്പോൾ 6ാം ഭാവാധിപൻ 8-ൽ 8ാം ഭാവാധിപൻ 6-ൽ നിന്ന് കഴിഞ്ഞാൽ വ്യക്തി ഉറപ്പായിട്ട് സ്ട്രഗിൾ ചെയ്യും, ഭയങ്കര സ്ട്രഗിളിങ് ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അയാൾ കയറി വരും ഒരു സമയത്ത്. ഇനി ദോഷം എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ഭാവാധിപൻ 8-ൽ 8ാം ഭാവാധിപൻ 5-ൽ ത്രികോണാധിപൻ മോശഭാവത്തിൽ പോവുകയും മോശഭാവാധിപൻ അഷ്ടമാധിപൻ 5-ൽ വരികയും ചെയ്താൽ അതിൻ്റെ ദശാപഹാരം മോശമായിരിക്കും. 4ാം ഭാവാധിപൻ 6-ൽ 6ാം ഭാവാധിപൻ 4-ൽ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കടമോ ദുഃഖമോ എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും വരും. അത് ആ ഭാവം വെച്ച് വേണം ചിന്തിക്കാൻ. അമ്മ ശത്രുവാവാൻ ചിലപ്പോൾ. 9ാം ഭാവാധിപൻ 6-ൽ 6ാം ഭാവാധിപൻ 9-ൽ മിക്കവാറും അച്ഛൻ ശത്രുവാകാം, ഗുരു ശത്രുവാകാം, അല്ലെങ്കിൽ അതുമായിട്ട് ഭാഗ്യദോഷമാണ് 9ാം ഭാവാധിപൻ 6-ൽ എന്ന് പറയുന്നത്. 9ാം ഭാവാധിപൻ 12-ൽ 12ാം ഭാവാധിപൻ 9-ൽ നേരത്തെയൊക്കെ അച്ഛൻ മരിച്ചു പോവാം, അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് അകന്നു പോവാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ ഭാവങ്ങൾ വെച്ച്, ഇതൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഭാവങ്ങൾ വെച്ചും ആ ജാതകം വെച്ചും ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ലഗ്നാധിപൻ 6-ലും 6ാം ഭാവാധിപൻ ലഗ്നത്തിലും വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് 6ാം ഭാവാധിപൻ 5ാം ഭാവാധിപൻ ലഗ്നത്തിലോ 10ാം ഭാവാധിപൻ ലഗ്നത്തിലോ വരുന്നതിൻ്റെ ഫലമല്ല 6ാം ഭാവാധിപൻ ലഗ്നത്തിൽ വന്ന്, അപ്പോൾ ആ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ധനയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ 2ാം ഭാവാധിപൻ ധനാധിപൻ ലാഭഭാവത്തിൽ നിൽക്കുകയും ലാഭഭാവാധിപൻ ധനത്തിൽ നിൽക്കുകയും, അതായത് 2ാം ഭാവാധിപൻ 11-ലും 11ാം ഭാവാധിപൻ 2-ലും ഒക്കെ നിന്നാൽ ധനലാഭം ഉണ്ടാകും. ആ ഭാവത്തിൻ്റെ പരിവർത്തനം അത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പരിവർത്തന യോഗത്തെ പറ്റി പറഞ്ഞത്. അപ്പം നിരന്തരമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഇതിൽ പറയുന്ന പല ക്വസ്റ്റ്യൻസും ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ ഞാൻ ഭാവിയിൽ വീഡിയോ ചെയ്യാൻ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ മറുപടി ഒന്നും തരാത്തത്. അല്ലാതെ നിങ്ങളിടുന്ന കമൻറ്റിന് മറുപടി തരാത്തതല്ല വാസ്തവത്തിൽ. ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുന്നില്ല. കൺസൾട്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാനതിന് മറുപടി ഉണ്ടാവില്ല, തരാൻ പറ്റില്ല. കാരണം കൺസൾട്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വിളിച്ച് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന പല കാര്യങ്ങളും ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാവിയിൽ അത് വീഡിയോസായിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ പരിവർത്തന യോഗത്തെക്കുറിച്ച് ചോദിച്ച ഇദ്ദേഹത്തിന് ഒരു നന്ദി. അപ്പം കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും, കമൻസായിട്ടിടും. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വരുന്ന വീഡിയോസിൽ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.